ഹലോ. ഇന്ന് മഴയൊക്കെ മാറി ഒരു വെയിലൊക്കെ വന്ന ദിവസാട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ക്രേവിങ്സ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ചോളം ഇരിപ്പുണ്ടായിരുന്നു. ഈ ചോളം വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് കരുതി. അങ്ങനെ ഈ ചോളം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു 3 വിസിൽ വരുന്ന വരെ ഞാൻ അതിനെ വേവിച്ചെടുത്തു. ശേഷം ഒരു ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിലൊന്ന് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനതിനെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ക്രീമി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മയോണൈസൊക്കെ ഒഴിച്ചിട്ടുള്ള കുറച്ച് അൺഹെൽത്തി ആയിരിക്കാം, പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്നാണ് കരുതുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാലാണെന്ന് കരുതിയാലും നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ബട്ടറും മിൽക്കും ഈ ഒരു ചോളവും മാത്രമേ ഇരിപ്പുള്ളൂ. ഇത് മൂന്നും വെച്ചിട്ട് എന്തുണ്ടാക്കും എന്ന് കൺഫ്യൂഷൻ അടിച്ചപ്പോൾ ഓക്കെ, ഉണ്ടാക്കിയേക്കാം. ഉണ്ടാക്കി നോക്കുമ്പോഴാണല്ലോ എന്തെങ്കിലും ഒരു റെസിപ്പി വരുന്നത്. മിൽമയുടെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് കുറച്ച് മാത്രം ഞാൻ എടുക്കുകയാണ് ചെയ്തത്. കാരണം ഒരു ചോളം മുഴുവനും ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം ബട്ടറും അതിന് അനുസരിച്ചുള്ളത് മതിയല്ലോ. ഇതിൽ നിന്ന് കുറച്ച് ബട്ടർ എടുത്തിട്ട് ഞാൻ നമ്മുടെ ചോളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഈ ചോളവും ബട്ടറും കുറച്ച് ചൂടാക്കുമ്പോഴത്തേക്ക് രണ്ടും കൂടെ മിക്സായി വന്നോളും. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് മിൽക്കാണ്. മിൽമയുടെ തന്നെ മിൽക്കായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മിൽക്കും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ. ഈ മിൽക്കും ബട്ടറും മാത്രമല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ എഗ്ഗ് ഉണ്ടെങ്കിൽ എഗ്ഗും സ്മാഷ് ചെയ്തിട്ട് എഗ്ഗും പിന്നെ ബ്രോക്കോളി അങ്ങനെ വെജിറ്റബിൾസ് എന്തെങ്കിലും ക്യാരറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ വരില്ലേ, അതായത് നന്നായിട്ട് തിളച്ച് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും ഇട്ടിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ച് മൈദയോ കോൺഫ്ലോറോ എന്തെങ്കിലും കൂടി ഇടുമ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടും. അങ്ങനെ എടുത്തിട്ട് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരു തട്ടിക്കൂട്ടുന്ന രീതിക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്യാൻ ഞാൻ ഫോഴ്സ് ചെയ്യില്ല, പക്ഷേ ഒന്നുമില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും.